ഈ കൊല്ലാൻ പഠിപ്പിക്കുന്നതിന്റെ ഒരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ അണിഞ്ഞപ്പോഴും മുഹമ്മദ് നബി അനുയായികളോട് അവരെ അടിക്കാൻ തുടങ്ങിയ സമയത്ത് അത് ചെയ്യരുത് എന്നാ പറഞ്ഞത്. ഒട്ടകത്തിന്റെ കുടൽമാല നമസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊണ്ടിട്ടപ്പോഴും കൂടെ നിന്നവർ അവരെ പിടിച്ചു മാറ്റാനും ഉപദ്രവിക്കാനും തുടങ്ങിയപ്പോൾ അത് ചെയ്യരുതെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൽ എങ്ങനെയാണ് മതം ഉപേക്ഷിച്ച ഒരാളെ കൊല്ലാൻ പറയുകയാണ്? ഈ ഇസങ്ങൾ വെച്ചുകൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനൊക്കെ അവർ തയ്യാറാവുമ്പോ ആദ്യം മുന്നോട്ട് വരുന്ന ആൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. അവനെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കുട്ടികളല്ല പാമ്പിനോ ചത്ത നായനൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഇത് വലിക്കാൻ കൂടുന്ന ഒരാളുണ്ടോ. മറ്റു കുട്ടികളൊക്കെ അങ്ങനെ കൂകി പിടിച്ച് പിന്നാലുണ്ടാവും. ഇത് കയറി പിടിക്കുന്ന പണിക്കുന്ന ഒരാളുണ്ട്. അപ്പണിയായിരുന്നായിരിക്കും മുഹമ്മദ് ആരാണ് മുഹമ്മദിന്റെ മുഖത്തേക്ക് ഇപ്പൊ തുപ്പാന്ന് പറഞ്ഞാൽ അപ്പൊ തുപ്പും. ആരാണ് മുഹമ്മദ് ഇപ്പൊ കുടൽമാണെന്ന് പറഞ്ഞാൽ ഓ ഓനെ റെഡിയാ. അവന് കിട്ടിയത് എന്താണ്? അർത്തുൽ എന്ന സ്ഥലത്ത് വെച്ച് മുഅത്തിന്റെ തല വെട്ടി. പിന്നെ തലയില്ലാതെയാണ് അയാൾ പോയത്. ഈ മണ്ടത്തരൊക്കെ കാണിക്കണ ഈ തല ഉണ്ടാണ്. അത് വേണ്ട. അയാളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ ചോദിച്ചു, മുഹമ്മദ് എന്റെ കുട്ടികൾക്കാരുള്ളത് ചോദിച്ചു. നരകമാണ് എന്ന് മറുപടി പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞു തഖ്തുലൂനനി സബ്റ, കീഴടങ്ങിയിട്ട് കൊല്ലുകയാണോ എന്നെ നിങ്ങൾ, പിടിച്ചു കെട്ടിയിട്ട് കൊല്ലുകയാണോ? ഞാൻ ഏറ്റുമുട്ടലൊന്നും വരാതെ എന്നെ കയ്യിൽ കാലം കെട്ടിയിട്ട് കൊണ്ടുപോയി കൊല്ലുന്ന പരിപാടി നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവൻ ചെയ്ത പണി എന്താ നിങ്ങൾക്കറിയാമോ? ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ എന്റെ കഴുത്തിൽ ചവിട്ടിയിട്ട് എന്റെ കല്ല് തെറിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി. മാത്രമല്ല എന്റെ കഴുത്തിൽ അവൻ കുടൽമാലയിട്ടു. ഇത് പറഞ്ഞിട്ട് എന്നാ വെട്ടിയത്? കൊടൽമാല ഇട്ടവനോട് ക്ഷമിച്ചു എന്നാ പറഞ്ഞത്. ക്ഷമിച്ചിട്ടില്ല. അത് ബാഹുബലി 1 ക്ഷമിച്ചത്. ബാഹുബലി 2 ഇപ്പൊ നമ്മളിവിടെ കേട്ടത്. ബദറില് ആ ആളെ പിടിച്ച് വെട്ടിക്കൊന്ന്, അതും അയാളോട് നേരിട്ടുള്ള സംസാരം വരെ ഇവിടെ കേൾക്കാണ്. ക്ഷമിക്കൂ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഇല്ല ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കൊല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. അയാളോട് പക വീട്ടുന്ന മുഹമ്മദ് നബീനെയാണ് നമ്മളിവിടെ കണ്ടത്. ഇത് ടീച്ചർക്ക് അറിയില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്.